ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ കൊളക്കാട് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമാണ് കൊളക്കാട് പള്ളിയിൽ നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഞായറാഴ്ച നോർമലായിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ സാധാരണ ദുഃഖവെള്ളിയുടെ സമയത്ത് നമുക്ക് കുരിശുമല കയറ്റം ഉണ്ടല്ലോ. എല്ലാ പള്ളികളിലും നോർമലായിട്ട് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ഏതെങ്കിലും മലയൊക്കെ കയറാൻ വേണ്ടി പോകത്തില്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഞായറാഴ്ച കേട്ടോ, നോർമലായിട്ട് ഞായറാഴ്ച കൊളക്കാട് പള്ളിയിൽ നിന്ന് അതിൻ്റെ പള്ളിയുടെ മേലോട്ടൊരു കുഞ്ഞൊരു മലയുണ്ട്. കുഞ്ഞല്ല, അത്യാവശ്യം നല്ല മലയാണ്. മലയൊക്കെ കയറ്റിയിട്ട് ഇത് കുരിശുമല കയറ്റമുണ്ട് കേട്ടോ. അപ്പോൾ കുരിശുമല ഒരു തിരുനാളോട് അനുബന്ധിച്ചാണ് ഈ കുരിശുമല കയറ്റമൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു കുരിശൊക്കെ സാധാ നമ്മുടെ മരത്തിൻ്റെ ഒരു കുരിശൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ ഞങ്ങൾ കുരിശുമല കയറാൻ വേണ്ടി ഞങ്ങൾ പോയത് ഉച്ചയ്ക്കാണ്. അന്ന് ഏർലി മോർണിംഗിൽ നമ്മുടെ മെത്രാനൊക്കെ വന്നിട്ട് അവിടെ നമ്മുടെ മലയാറ്റൂർ പോലെ തന്നെ ഓരോ സ്ഥലവും നമ്മൾ 14 സ്ഥലങ്ങളും തിരുരൂപം വെച്ചിട്ട് നന്നായിട്ട് അവർ പുതിയതായിട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അതൊക്കെ മെത്രാനൊക്കെ വന്ന് വെഞ്ചരിച്ച് ഒരു തീർത്ഥാടനം, ഇപ്പോഴാണെങ്കിൽ തീർത്ഥാടനമൊക്കെ നന്നായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണല്ലോ. അന്നേരം ഇപ്പം തീർത്ഥാടന കേന്ദ്രമായിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു വെഞ്ചരിച്ച് മെത്രാനൊക്കെ ആ കുരിശുകളൊക്കെ മേലെ ഒരു പുതിയൊരു ഗ്രോട്ടയിൽ കൊണ്ട് വെച്ചിട്ട് ആ പള്ളീനെ ഒന്ന് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം ഒന്ന് കുരിശുമല കിട്ടിയ സമയമല്ലേ, പിള്ളേരൊന്നും കൂട്ടിയിട്ട് നമുക്ക് കയറാൻ പറ്റില്ല, എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് കുരിശുമല കയറിയേച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മിക്കും ഡാഡിക്കൊന്നും വരാൻ പറ്റത്തില്ല, ഭയങ്കര കുന്നാണ്. മേലോട്ട് കയറലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ ഇറങ്ങി വരലും. നമ്മളിപ്പം ഇതിനകത്ത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ശരിക്കും കുന്നാണ് കേട്ടോ. ചൂടാണ്. ചൂടിൻ്റെ സമയത്ത് ഞങ്ങൾ പോയ സമയമാണെങ്കിൽ ഒരു 11:30. അത് പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഈ കാട്ടിലൊക്കെ കിട്ടുന്ന എല്ലാത്തരം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഈ പാത്രത്തിൽ ഇരിക്കുന്ന ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പൊന്നും വരില്ലെന്നാണ് അപ്പച്ചൻ വരുന്നത് അത് പറയുന്നത്. അതുപോലെ തന്നെ കള്ള് കുടിക്കുന്ന ആളുകൾക്കും ഇത് വെള്ളത്തിലിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ മണമൊന്നും വരില്ല എന്ന് അപ്പച്ചൻ പറയുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുർബാന തുടങ്ങിയായിരുന്നു. ഇവൻ മേലെ കുരിശുപള്ളിയുടെ അവിടെയാണെങ്കിൽ കുർബാനയെങ്കിലും താഴോട്ടും മൈക്കൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ മല കയറുമ്പോൾ കുർബാന തന്നെ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റും. നമ്മളൊരു കാടിൻ്റെ നടുക്ക് കൂടി കയറി പോകുന്ന പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. അവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്. ആ വീട്ടുകാർ തന്നെ പറയാണ് അവർ ഡെയിലി കയറുന്നവരാണെങ്കിൽ അവരെക്കൊണ്ടും തീരെ പറ്റില്ല കേട്ടോ. കുറച്ചു ദൂരം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരം മണ്ണാണ്, വീണ്ടും സ്റ്റെപ്പ്, അങ്ങനെയാണ്. 150 മുതൽ 200 സ്റ്റെപ്പുണ്ട്. 150 സ്റ്റെപ്പൊക്കെയാണ്. സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണിട്ട പാതയാണ്. അങ്ങനെ മല കയറി നമുക്ക് താഴേന്ന് മേലെ വരെ മല കയറാനൊരു മിനിമം ഒരു 20, കുറച്ച് സ്പീഡിൽ നടക്കുന്നവരാണെങ്കിൽ 20 മുതൽ 25 മിനിറ്റും കൊണ്ട് എത്തും. പക്ഷെ നമ്മളൊക്കെ കയറുമ്പോഴത്തേക്കും നന്നായിട്ട് മടുക്കുന്നുണ്ട്. ഇരുന്നൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് പോയത് കൊണ്ട് ഒരു 3/4 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ. 45 മിനിറ്റൊക്കെ എടുക്കും നമ്മൾ മേലെ വരെ എത്തണമെങ്കിൽ. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെയാണെങ്കിൽ കയറുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങാന്നുള്ളത്. പിന്നെ അപ്പുറത്ത് കൂടെ നമുക്ക് റോഡുണ്ട്, വേണമെങ്കിൽ നമുക്ക് റോട്ടിൽ കൂടി ഇപ്പോൾ തീരെ നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പം പള്ളിയിലൊക്കെ വരണമെങ്കിൽ നമുക്ക് അപ്പുറത്തെത്താം. അങ്ങനെ ഞങ്ങൾ നടന്ന് മേലെ പള്ളിയിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ വിശുദ്ധ തോമാസ് ലീഗയുടെ കൊളക്കാടിലെ പള്ളിയല്ല, അത് മേലത്തെ കുരിശുപള്ളിയാണ്. ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സത്യത്തിൽ. അപ്പോൾ നമുക്ക് എല്ലാവരും ഈ കുരിശുമല കയറി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇപ്രാവശ്യം പുതുതായിട്ട് വെഞ്ചരിച്ചുണ്ടാക്കിയ ഗ്രോട്ടയൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ പണ്ടൊക്കെ ഇവർ അവിടെ ഈ ഓരോ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴും കയറാൻ വേണ്ടി അവർ 14 കുരിശിൻ്റെ സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരിശുകൾ എല്ലാം ഓരോ കുരിശും അവർ നഷ്ടപ്പെടുത്താതെ ആ കുരിശുകളൊക്കെ ഈ ഗ്രോട്ടോയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗ്രോട്ട പണിതപ്പോൾ മാതാവിൻ്റെ ചുറ്റും ആ കുരിശുകളാണ് കേട്ടോ. കുറേ കുരിശ് കാണാറ് നിങ്ങൾക്ക് ചുറ്റും. ഈ കുരിശ് ആ താഴെ നമ്മൾ പണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടിരുന്ന കുരിശുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അതാണ് ഇപ്പോൾ ഇപ്രാവശ്യം പണ്ട് പുതിയ ഗ്രോട്ടോ. പിന്നെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുർബാനയും കുരിശിൻ്റെ വഴിയും കുർബാനയും ഉണ്ട്. അപ്പം വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹമുള്ളവരും ഓരോരോ ജോലിക്ക് വേണ്ടിയും രോഗശാന്തിക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന സ്ഥലമാണ്. ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ കൊളക്കാട് പള്ളി. ും
ഞങ്ങൾ കുർബാന കഴിഞ്ഞ് രൂപമുത്തൊക്കെ ഉണ്ടായിരുന്നു. രൂപമുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേർച്ച താഴെ പോയി ഞങ്ങൾ നേർച്ച മേടിച്ചു. നേർച്ചയായിട്ട് ഞങ്ങൾക്ക് അപ്പം ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പാച്ചോറ് നേർച്ച ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അരി നേർച്ച അതും ഉണ്ടായിരുന്നു. കഴുന്നെടുക്കേണ്ടവർക്ക് കഴുന്നെടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എടുത്ത് താഴെ നമുക്ക് കഴുന്നെടുത്ത് വെച്ചിട്ട് നമുക്ക് രൂപത്തിൻ്റെ ചുറ്റുപാലം വെച്ചിട്ട് തിരിച്ച് വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് വെള്ളമൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ട നാരങ്ങ വെള്ളവും മധുരവും ചേർത്ത നാരങ്ങ വെള്ളവും നമുക്ക് ഏത് വേണമെങ്കിലും കുടിക്കാം. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ ഈ ഗ്രോട്ടയുടെ ഈ പണിക്കും ഇപ്രാവശ്യത്തെ പള്ളിയുടെ ഇപ്രാവശ്യത്തെ എല്ലാ പ്രോഗ്രാമിനും മുൻകൈ എടുത്ത അച്ഛന്മാരായിരുന്നു അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളക്കാട് പള്ളിയിലെ കൊളക്കാടത്തെ തീർത്ഥാടന കേന്ദ്രം. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊളക്കാട് പള്ളി എല്ലാം, എസ്പെഷ്യലി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കുരിശിൻ്റെ വഴിയൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പോകുക. മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുരിശിൻ്റെ വഴിയും താഴത്തെ പള്ളിയിൽ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി നമ്മൾ മേലെ കയറി മേലത്തെ കുരിശുപള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ കുർബാനയും കൂടി നമുക്ക് തിരിച്ചിറങ്ങി വരാവുന്നതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രാർത്ഥനകളിലൂടെ എന്തെങ്കിലുമൊക്കെ സാധിക്കണമെങ്കിലും നമുക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പോയി ചെന്നപ്പോൾ മടുത്തു. മേലെ കയറി എത്തിയപ്പോൾ ശരിക്കും നമ്മൾ മടുക്കും കേട്ടോ. പിന്നെ കുർബാനയൊക്കെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ചൂടൊക്കെ അങ്ങ് മാറും. പിന്നെ മലയുടെ മേലെ ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. താഴോട്ടൊക്കെ കാണാനൊക്കെ നല്ല വ്യൂ ആണ്. ശരിക്കും വലിയ മലയാണ്. നമുക്ക് താഴോട്ടൊക്കെ ഒരു സൈഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കുന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു വ്യൂ. താഴെ കാണാൻ നമുക്ക് ശരിക്കും ഇതിൽ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനിയത്തെ അടുത്ത കടമ്പാന്ന് പറയുന്നത് ഈ കുന്നിറങ്ങാന്നുള്ളതാണ്. കാരണം നമ്മളൊന്ന് വീട്ടിലെങ്കിൽ ടൊപ്പേന്ന് ഉരുണ്ട് താഴെ വരച്ചില്ല. നല്ല ഇറക്കമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മേലോട്ട് കയറിയതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയായിരുന്നു. റോട്ടിൽ എസ്പെഷ്യലി ഞാനിട്ട ചെരുപ്പിന് നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല. ഈ ഗ്രിപ്പ് നമുക്കൊന്ന് പിടിക്കുവാണെങ്കിലാണ് മലയൊക്കെ ഇറങ്ങാൻ സുഖം കേട്ടോ. എനിക്കാണെങ്കിൽ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിറങ്ങി കുറച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല കാലുവേദന എടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് നേരം ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ചിട്ട് നടന്നു. കുറച്ച് ദൂരം നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം നല്ല ചൂടല്ലേ, കാലൊക്കെ പൊള്ളാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഇഷ്ടംപോലെ ഐസ്ക്രീം കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമുക്ക് ഏത് തരത്തിൽ മാംഗോയും വാനിലയൊക്കെ ഇഷ്ടംപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചാനൊരു വാനില ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചു. ഞാനൊരു മാംഗോ ബൈറ്റ്സ്. നമുക്ക് ഓറഞ്ചിൻ്റെ പണ്ടത്തെ ഞാൻ തപ്പി നോക്കി കിട്ടിയില്ല കേട്ടോ. അപ്പം പെരുന്നാളൊക്കെ കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ച് വരുന്ന ഫീലിങ്സ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാംഗോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ നല്ല രസം. താഴോട്ടിറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ പോയ വഴിക്കല്ല താഴോട്ടിറങ്ങി വന്നത്. ഞങ്ങൾ താഴോട്ടിറങ്ങി വന്നത് നേരെ റോട്ടിൽ കൂടിയാണ് ഇറങ്ങി വന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഫുൾ റോഡുണ്ട്. അത്യാവശ്യം വണ്ടിയൊക്കെ കയറും കേട്ടോ. അങ്ങ് മേലെ വരെ റോഡുണ്ട്. ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട്, വണ്ടി താഴെയായിരുന്നു വെച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് ഇറങ്ങി പോകുന്നത് താഴോട്ട്. പിന്നെ ഇവിടെ വന്നത്തേക്ക് നല്ല ഈ പറഞ്ഞ പോലെ കപ്പലാൻ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരയ്ക്കയും കപ്പലാൻ തോട്ടം, അതുപോലെ തന്നെ നമുക്ക് കൊക്കോ തോട്ടങ്ങൾ, പഴയ എല്ലാം കൃഷികൾ, കുഞ്ഞു നമുക്ക് കൃഷികൾ, കുറേ ചീരയും വഴുതനങ്ങയും അതും ഇതൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കപ്പലാങ്ങയൊക്കെ ഇപ്പോൾ കണ്ടത് കേട്ടോ. പണ്ടത്തെ പോലെ കപ്പലാൻ തോട്ടമൊന്നും ഇപ്പം കാണാൻ കിട്ടത്തില്ലല്ലോ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ കൊളക്കാട് യാത്രയുടെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ബൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ കപ്പലാന്തോട്ടത്തിലെ കപ്പലാങ്ങ പറിക്കുന്നതൊക്കെ ഇച്ചിരി വീഡിയോ ഉണ്ട്. അതും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതാണ് കപ്പലാന്തോട്ടം. ഇതാണ് ഇവിടെ ഒലയ്ക്കാൻ തുറമുട്ടി നിൽക്കുന്ന ഒരാളൊക്കെയാണ്. മിക്കവാറും ഞങ്ങളിവിടെ നിന്ന് ഇപ്പം നാട്ടുകാർ ഓടിക്കും കണ്ടാണ്. ഇതൊക്കെ നോക്ക് കുർത്തക്കേട് നോക്ക്.
വീണ് 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 ആ കടിച്ചോ? നല്ലതാണോ? മധുരമുണ്ടോ? മധുരമുണ്ടോ? മധുരം കുറവാ. ചുവന്നതിന് മധുരം ഉണ്ടായിരുന്നേ. ഞാൻ കഴിച്ചോ? ദിസ് ഈസ് അവർ കാഷ്യൂ നട്ട്. കാഷ്യൂ, ഓക്കെ, കാഷ്യൂ ഇതുണ്ടോ അണ്ടി. ഇപ്പം ചുട്ടാ കൊള്ളാം കേട്ടോ. അപ്പോൾ ബായ്, പിന്നെ കാണാം കേട്ടോ.